കൂട്ടാത്ത ബ്രിട്ടീഷ് പടയോട് തുല്യതയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ട് കോൺഗ്രസ് നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആർക്കാ സംശയമുള്ളത്? കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന് വേണ്ടതെല്ലാം നൽകിയത്. ഈ രാജ്യത്തിന് കാണുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ കോൺഗ്രസിന്റെ സംഭാവന നൽകിയതാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന കോൺഗ്രസ് സംഭാവന നൽകിയതാണ്. ഈ രാജ്യത്ത് കാണുന്ന മുഴുവൻ കോൺഗ്രസ് നൽകിയതാണ് എന്ന് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പറയാൻ വേണ്ടി കഴിയും. 47 മുതൽ രാജ്യത്തിനെതിരെ നിലകൊണ്ടവരാണ് രണ്ട് പാർട്ടികളാണ്. രാജ്യത്തിനെതിരെ നിലകൊണ്ടവർ ആരൊക്കെയാണ്? രണ്ട് പാർട്ടികൾ. ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, മറ്റൊന്ന് RSS ആണ്. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പുത്തൻതെരുവിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ DYFI-കാരനോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ SFI-കാരനോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ മഹിളാ സംഘടനക്കാരോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരോട് ചോദിക്കട്ടെ, എന്തേ ഇന്ന് നിങ്ങൾക്ക് പന്തം വിളത്തി പ്രകടനം നടത്താത്തത്? എന്തേ നിങ്ങൾ മനുഷ്യചങ്ങല നടത്താത്തത്? എന്തേ നിങ്ങൾ അറബിക്കടലിൽ കൊണ്ടുപോയി രാജ്യത്തിന്റെ നയങ്ങൾ തള്ളാത്തത്? കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോ ഓരോ കൊല്ലവും നിങ്ങൾ മനുഷ്യചങ്ങല നടത്തിയവരാണ്. ഓരോ കൊല്ലവും നിങ്ങൾ അടപ്പുകൂട്ടി സമരം നടത്തിയവരാണ്. ഓരോ കൊല്ലവും നാട്ടിൽ മുഴുവൻ വരുന്ന വികസനങ്ങളും അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ്. ഞാൻ ചോദിക്കട്ടെ, ആണവ കരാർ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചപ്പോ ലോകത്ത് ആണവ ശക്തിയായി ഈ രാജ്യം മാറണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോ അന്ന് കോൺഗ്രസിനെതിരെ ആണവ കരാർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞവരാണ്. കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്തേ നിങ്ങൾ സമരം ചെയ്യാത്തത്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വാണം പോലെ വില കയറുമ്പോ പണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡോയിന് വില കൂടുമ്പോ അതിനനുസരിച്ച് വില കൂടേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടാകുമ്പോ പെട്രോളിന് 1 രൂപ വർദ്ധിക്കുമ്പോ ഡീസലിന് 50 പൈസ വർദ്ധിക്കുമ്പോ നാട് മുഴുവൻ ഹർത്താൽ നടത്തിയവരാണ്.